എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലായാലും ആളുകൾക്കിടയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് ഇ ഡി റെയ്ഡും ഇൻകം ടാക്സ് റെയ്ഡും തമ്മിലുള്ള വ്യത്യാസം. പലരും വിചാരിക്കുന്നത് ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണെന്നാണ്. നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഒരു സാധാരണ സംസാരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എടാ മറ്റേ ആ ബിസിനസ്സുകാരനുണ്ടല്ലോ, പുള്ളിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഇന്ന് ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മളും ഒരുപാട് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടല്ലേ. പക്ഷേ സത്യത്തിൽ ഒരുപക്ഷെ അവിടെ നടന്നിട്ടുണ്ടാകുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെയ്ഡാകാം, അല്ലെങ്കിൽ ഒരു നടപടിയാകാം. ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഈ വിഷയം ഇപ്പോൾ സംസാരിക്കാൻ കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആസ്ഥാനമായിട്ടുള്ള കോൺഫിഡൻറ്റ് പെൻറ്റഗണിൽ ബാംഗ്ലൂരുള്ള അവരുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെയ്ഡ് നടക്കുകയും ആ റെയ്ഡിൻ്റെ ഇടയിൽ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ CJ റോയ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഒക്കെ വളരെ നമ്മളെ അത്രത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നല്ലേ. എന്തായാലും അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെയ്ഡാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും കമൻസ്, പോസ്റ്റ്, വീഡിയോസ്, ഒരുപാട് പേര് അവരുടെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിടുന്ന വലിയ ആർട്ടിക്കിളൊക്കെ ഇല്ലേ, അതിലെല്ലാം അവർ പരാമർശിക്കുന്നത് ഇ ഡി റെയ്ഡിനെ പറ്റിയിട്ടാണ്. അവിടെ ഇ ഡിയുടെ റെയ്ഡാണ് നടന്നതെന്നാണ് അവരെല്ലാം പറയുന്നത്. എന്തുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, ഈ രണ്ട് സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപോലെ തന്നെയാണ് തോന്നുക. ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിതമായിട്ട് വീട്ടിലോട്ടോ ഓഫീസിലേക്കോ വരുന്നു, ആ ഒരു കോമ്പൗണ്ട് വളയുന്നു, അവിടെയുള്ള സാമ്പത്തിക രേഖകളെല്ലാം അരിച്ചു പെറുക്കി പരിശോധിക്കുകയാണ്. കണ്ണിൽപ്പെടാത്ത പണമോ സ്വർണമോ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ഒരാൾക്ക് ഇത് രണ്ടും ഒന്നാണെന്ന് തോന്നിയാൽ അതിൻ്റെ അകത്ത് അവരെ കുറ്റം പറയാനും പറ്റില്ല, അത്ഭുതപ്പെടാനുമില്ല. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ IT-യും തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുള്ള രണ്ട് ഏജൻസികളാണ്. അവർക്ക് ലഭിച്ചിട്ടുള്ള അധികാരങ്ങളും അവർ പ്രവർത്തിക്കുന്ന നിയമപരിധിയും എല്ലാം വെവ്വേറെയാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഈ കൺഫ്യൂഷനൊക്കെ ലളിതമായിട്ട് എന്നാൽ ഗൗരവമായിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. ഈ വീഡിയോ അവസാനം ആര് എന്തിനാണ് വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഒരു ഇ ഡി റെയ്ഡ് ഒരിക്കലും ഒരു ഇൻകം ടാക്സ് റെയ്ഡിന് തുല്യമല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വെറും ഒരു അറിവ് മാത്രമല്ല, മറിച്ച് വാർത്തകൾ കൃത്യമാക്കി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂൾ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് കഴിയുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ലൈക്ക് മാത്രമാണ് നമുക്കൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. താഴത്തെ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും ഫിനാൻഷ്യൽ നിയമങ്ങളെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, കഴിഞ്ഞ വർഷം നമ്മുടെ സർക്കാർ എടുത്ത സുപ്രധാനമായിട്ടുള്ള ചില സാമ്പത്തിക തീരുമാനങ്ങൾ. ടാക്സ് ലാബുകൾ പുതുക്കി നിശ്ചയിച്ചതും ഈ വർഷത്തെ ബജറ്റിൽ ക്യാൻസർ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ വില കുറയ്ക്കാൻ നടപടികൾ എടുത്തതും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. പക്ഷേ ഇത്തരം അസുഖങ്ങൾ വരുമ്പോഴും മരുന്നുകളുടെ വില മാത്രമല്ല, ചികിത്സാ ചെലവുകളാണ് നമുക്ക് വലിയൊരു അടിയായി മാറുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് GST പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം മറ്റൊരു സുപ്രധാന തീരുമാനമെടുത്തത്. ഇതിലൂടെ ഹെൽത്ത്, ലൈഫ് ഇൻഷുറൻസുകളുടെ GST ഭാരം കുറയ്ക്കാനും അത് ഓരോ കുടുംബത്തിനും അഫോർഡബിൾ ആക്കാനും സർക്കാർ ശ്രമിക്കുകയാണ്. കാരണം ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് എത്രത്തോളം അത്യാവശ്യമാണെന്ന് സർക്കാർ പോലും അംഗീകരിക്കുകയാണ്. നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും ഇന്നും ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഒരു അസുഖം വന്നാൽ 40 മുതൽ 50 ലക്ഷം വരെയൊക്കെ ബില്ല് വരുന്നത്, ഹോസ്പിറ്റൽ ബില്ല് വരുന്നത് സർവ്വസാധാരണമാണ്. കയ്യിലുള്ള സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കേണ്ടി വരുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഏത് കുടുംബത്തിനും സംഭവിക്കാം. ഇവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രസക്തി. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ടേം ഇൻഷുറൻസുകൾ. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി ആവശ്യങ്ങൾക്ക് വലിയൊരു തുക ഉറപ്പാക്കാൻ ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നിലവിൽ മാസം വെറും 400 അല്ലെങ്കിൽ 500 രൂപ മുതൽ ഇത്തരം പ്ലാനുകൾ ആരംഭിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൽ 1 കോടി വരെയും ടേം ഇൻഷുറൻസിൽ 2 കോടി വരെയും കവറേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഹെൽത്ത് പ്ലാനുകൾക്ക് 25% വരെയും ടേം ഇൻഷുറൻസിന് 15% വരെയും ഡിസ്കൗണ്ട് ലഭ്യമാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വിദേശത്തിരുന്ന് തന്നെ ഇന്ത്യയിൽ ഇത്തരം പ്ലാനുകൾ എടുക്കാനും വിദേശത്തേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ എടുക്കാനും സാധിക്കും എന്നുള്ളതും ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അസുഖങ്ങളോ അത്യാഹിതങ്ങളോ മുൻകൂട്ടി കാണാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കായിട്ട് ഈ മുൻകരുതൽ ഇന്ന് തന്നെ എടുക്കുക. ഇന്ത്യയിലെ മുൻനിര കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പോളിസി എടുക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റിലോ ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് ഇ ഡി എന്താണെന്ന് നോക്കാമല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി? ലളിതമായിട്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഇ ഡി എന്നുള്ളത്. ഇത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക നിയമങ്ങൾ നടപ്പിലാക്കുക, ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. എങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർ ഡീൽ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാമല്ലേ. ഞാൻ പ്രധാനമായിട്ടും 4 ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് മണി ലോണ്ടറിംഗ് ആണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്ത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തൊക്കെ ഇത് വ്യാപകമായിട്ട് നടക്കുന്ന ഒന്നാണ്. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ, അതായത് അഴിമതിയിലൂടെയോ ലഹരിക്കടത്തിലൂടെയോ മറ്റ് ഇടപാടുകളിലൂടെയോ ഒക്കെ സമ്പാദിക്കുന്ന പണത്തെ നമ്മൾ ഡേർട്ടി മണി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കള്ളപ്പണം എന്നാണ് പറയുന്നത്. കാരണം അത്
കണക്കിലോ ഗവൺമെന്റിന്റെ യാതൊരുവിധ കണക്കുകളിലും ഇല്ലാത്ത പണമാണ്. ആ ഒരു പണത്തെ നമ്മൾ പല വഴികളിലൂടെ കറക്കി കൊണ്ടുവന്ന് അത് നിയമവിധേയമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് ഈ ഒരു പൈസ വെളുപ്പിക്കുക എന്നുള്ളതല്ലേ. അതായത് കള്ളപ്പണം വെളുപ്പിക്കുക നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്രയേ ഉള്ളൂ ഈ സംഭവം എന്നുള്ളത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അഥവാ PMLA എന്ന ശക്തമായിട്ടുള്ള നിയമം വഴിയാണ് ED ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നത്. എവിടെയെങ്കിലും ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പോ അഴിമതിയോ ഒക്കെ നടന്നാൽ ആ പണം എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാനും അത് മരവിപ്പിക്കാനും ED രംഗത്തെത്തും. രണ്ടാമത്തത് വിദേശ നാണ്യ നിയമലംഘനങ്ങളാണ്, ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻസ്. വർഷം 1999 FEMA അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിദേശ കറൻസി ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട കർശനമായിട്ടുള്ള നിയമങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് പണം അയക്കുകയോ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുകയോ ചെയ്യുമ്പോഴാണ് ED വരുന്നത്. ഉദാഹരണത്തിന് ഹവാല ഇടപാടുകൾ പോലെയുള്ള കാര്യങ്ങളിൽ EDക്ക് പൂർണ്ണമായിട്ടുള്ള അന്വേഷണ അധികാരമുണ്ട്. ഹവാല എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യം അറിയാതെ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പണം അയക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് പണം സ്വീകരിക്കുകയാണല്ലേ. ഇതൊക്കെ EDയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേത് സ്മഗ്ലിങ്ങും വ്യാപാര തട്ടിപ്പുകളുമാണ്. സ്വർണ്ണക്കടത്തോ മയക്കുമരുന്ന് കടത്തോ പോലെയുള്ള വലിയ റാക്കറ്റുകൾക്ക് പിന്നിൽ എപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ രഹസ്യ ഇടപാടുകൾ ഉണ്ടാവും. ഇതിന്റെ പിന്നിലെ പണത്തിന്റെ സ്രോതസ്, ആ പണം പോയ വഴി ഒക്കെ കണ്ടുപിടിക്കാനാണ് ED ശ്രമിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം 2020 കേരളത്തിലെ വിവാദമായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസാണ്. അതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണം കടത്തിയതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് NIA-യും നമ്മുടെ കസ്റ്റംസും ഒക്കെ ആയിരുന്നല്ലേ. പക്ഷേ ആ പണം എങ്ങോട്ടാണ് പോയത്, അതെങ്ങനെയാണ് വെളുപ്പിച്ചത്, അത് ആരുടെ കയ്യിലേക്കൊക്കെയാണ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചത്, അന്വേഷിച്ചത് ED ആയിരുന്നു. നാലാമത്തെ നോക്കുകയാണെങ്കിൽ മറ്റു വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ബാങ്ക് തട്ടിപ്പുകൾ, പോൺസി സ്കീം, അതായത് പിരമിഡ് സ്കീം ഉണ്ടല്ലോ, ഈ നമ്മുടെ മണി ചെയിനുകളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പണം ഇരട്ടിപ്പിക്കൽ, വ്യാജ കറൻസി ശൃംഖലകൾ എന്നിവയൊക്കെ EDയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സാധാരണ ഒരു ടാക്സ് വെട്ടിപ്പ് കേസിൽ ED ഇടപെടുമെന്ന് ചോദിച്ചാൽ അവിടെ ഒരു മണി ലോണ്ടറിങ് ആംഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ ED ഇടപെടത്തുള്ളൂ. അതായത് ടാക്സ് വെട്ടിച്ച പൈസ ഉണ്ടല്ലോ, ആ പൈസ കള്ളപ്പണമാണല്ലോ, ആ ഒരു കള്ളപ്പണം അവിടെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ആ പണം ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഇതുപോലത്തെ കുറ്റകൃത്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ED അന്വേഷിക്കത്തുള്ളൂ. അല്ലാതെ നോർമലായിട്ടുള്ള ഒരു ടാക്സ് വെട്ടിപ്പൊന്നും ED അന്വേഷിക്കുന്ന കാര്യങ്ങളല്ല. EDക്ക് വലിയ അന്വേഷണ അധികാരങ്ങളുണ്ട്. അവർക്ക് റെയ്ഡ് നടത്താനും സ്വത്തുക്കൾ മരവിപ്പിക്കാനും പ്രതികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനും അധികാരമുണ്ട്. അവരെ വെറും അക്കൗണ്ടന്റുമാരായിട്ട് നമ്മൾ കാണരുത്. അത്രത്തോളം ED എന്നൊക്കെ പറഞ്ഞാൽ എന്തോ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലുമല്ല. അവർ സാമ്പത്തിക ലോകത്തെ ഹൈ പ്രൊഫൈൽ ഡിറ്റക്റ്റീവ്സ് ആണ്. CBIയും ലോക്കൽ പോലീസും എടുക്കുന്ന കേസുകളിൽ പണത്തിന്റെ കളിയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, കോടികളുടെ കളിയൊക്കെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ED നേരെ അവർക്കൊപ്പം ചേരും. കേരളത്തിലെ ഒരു സമീപകാല ഉദാഹരണം തന്നെ നമുക്ക് നോക്കാം. ലക്ഷറി കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 17 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ED വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ED ഒരു വീട്ടിലോ ഓഫീസിലോ റെയ്ഡ് നടത്തുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു വരുമാനം കുറച്ച് കാണിച്ചതിനല്ല, മറിച്ച് അവിടെ വലിയ അഴിമതിയോ കള്ളപ്പണം വെളുപ്പിക്കലോ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പരിശോധിക്കാനാണ് അവർ എത്തിയിട്ടുള്ളത് എന്നുള്ള ഗൗരവമായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് IT അഥവാ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാം അല്ലേ. ഇത് സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് എപ്പോഴും പരിചയമുള്ളൊരു വിഭാഗമാണ്. കാരണം നമ്മൾ ഓരോ വർഷവും ടാക്സ് അടയ്ക്കാറുണ്ടല്ലോ, ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കാറുണ്ട്. അത് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഇടപെടുന്ന ആരുമായിട്ടാണ്? ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ്. ഇന്ത്യയിലെ നേരിട്ടുള്ള നികുതികൾ അഥവാ ഡയറക്റ്റ് ടാക്സസ് പിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോലി അല്ലെങ്കിൽ ചുമതല എന്നുള്ളത്. നിങ്ങളുടെ ശമ്പളം, ബിസിനസ് ലാഭം, നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവയ്ക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ടാക്സ് നൽകുന്നുണ്ടോ എന്ന് ഇവർ ഉറപ്പാക്കുന്നു. ഇത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള CBDT അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യം നികുതി വെട്ടിപ്പ് അഥവാ ടാക്സ് ഇവേഷൻ തടയുക എന്നുള്ളത് തന്നെയാണ്. ഒരാൾ തന്റെ വരുമാനം ഒളിപ്പിച്ച് വെക്കാനോ കള്ളക്കണക്ക് കാണിക്കുകയോ ചെയ്താൽ ഇവർ കൃത്യമായിട്ട് നടപടിയെടുക്കും. ഇതിനായിട്ട് ഇവർക്കൊരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. അവരാണ് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു IT റെയ്ഡ് ഉണ്ടല്ലോ, ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടല്ലോ, അത് നടത്തുന്നത്. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 132 പ്രകാരം ഒരാളുടെ കൈവശം കണക്കിൽപ്പെടാത്ത, സർക്കാരിലേക്ക് ബോധിപ്പിക്കാത്ത വരുമാനമോ സ്വത്തോ ഉണ്ടെന്ന് വിശ്വസനീയമായിട്ടുള്ള വിവരം ലഭിച്ചാൽ ഇവർക്ക് പരിശോധന നടത്താവുന്നതാണ്. ഈ പരിശോധനയാണ് നമ്മൾ റെയ്ഡ് എന്ന് വിളിക്കുന്നതല്ലേ. ഇൻകം ടാക്സ് റെയ്ഡിനിടയിൽ കോടികളുടെ ബ്ലാക്ക് മണി അഥവാ കള്ളപ്പണം പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള എക്സ്ക്ലൂസീവ് ന്യൂസൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇത് തന്നെയാണ് സംഭവം. ഈ റെയ്ഡിനിടയിൽ തന്നെ റെയ്ഡ് നടത്തുമ്പോൾ ഇവർക്ക് ഒരുപാട് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഒരു വീടിൻ്റെ വാതിൽ തകർക്കാൻ സാധിക്കും, അലമാരകളുടെ പൂട്ട് പൊളിക്കാൻ സാധിക്കും, നമ്മൾ കീ കൊടുത്തില്ലെങ്കിൽ പണമോ സ്വർണ്ണമോ രേഖകളോ പിടിച്ചെടുക്കാനൊക്കെ അധികാരമുണ്ട്. അതുപോലെ തന്നെ എനിക്കൊക്കെ വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്ന റെയ്ഡല്ലേ. അതായത് 2023 ജൂണിൽ
നമ്മുടെ പേർളി മാണി ഉൾപ്പെടെയുള്ള 13 യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ IT റെയ്ഡ് നടന്നിരുന്നു. കാരണം അവർക്ക് വലിയ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഫയൽ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ ഫയൽ ചെയ്തതിനേക്കാൾ കൂടുതൽ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവർ ഒരുപാട് കാർ മേടിക്കുന്ന വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒരു റെയ്ഡ് നമ്മുടെ വീട്ടിൽ വന്നു അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നു എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇൻകം ടാക്സ് വെട്ടിച്ച ഒരാളായി മാറുന്നില്ല. അവർക്ക് സംശയം തോന്നിയാൽ അവർക്ക് വരാൻ നിലവിൽ അധികാരമുണ്ട്. മാത്രമല്ല അവർ വലിയൊരു ടീമായിട്ടായിരിക്കും വരുന്നത്. അവരുടെ പ്രൊട്ടക്ഷന് പോലീസ് കാണും. അവർ നമ്മളെ വന്ന് നോട്ടീസ് കാണിച്ച് ബോധ്യപ്പെടുത്തും. കാരണം നോട്ടീസ് ഉന്നത ഉദ്യോഗസ്ഥന് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അവരുടെ കൺട്രോളിലാണ്. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫോണും കാര്യങ്ങളും ഒക്കെ മേടിച്ച് വയ്ക്കും. നമുക്ക് പിന്നെ പുറത്തോട്ട് പോകാനോ പുറത്തു നിന്നുള്ളവർക്ക് അകത്തോട്ട് കയറാനോ ഒന്നും സാധിക്കില്ല. നമ്മൾ കംപ്ലീറ്റ് അവരുടെ കൺട്രോളിലാണ്. നമുക്ക് വേണ്ട ഫുഡും ബാക്കി കാര്യങ്ങളും ഒക്കെ അവർ മേടിച്ചുകൊണ്ട് വരും. ചില റൈഡുകളൊക്കെ, ചില ഓഫീസിലെ റൈഡുകളൊക്കെ 3-4 ദിവസമൊക്കെ പോകാറുണ്ട്. ഒറ്റൊരാൾക്ക് പോലും ആ ഒരു ഓഫീസ് വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. എന്ത് കാരണത്തിനാണെങ്കിലും അങ്ങനെയാണ് ഈ റൈഡ് നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ കോഴിക്കോട്ടും മലപ്പുറത്തുമായിട്ട് ബിൽഡേഴ്സിൻ്റെ ഈ കെട്ടിടമൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന വലിയ ടീമുണ്ടല്ലോ, അവരുടെയൊക്കെ ഓഫീസിൽ റൈഡ് നടത്തിയിട്ട് ഏതാണ്ട് 200 കോടി രൂപയുടെ ബ്ലാക്ക് മണി കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള IT വകുപ്പിൻ്റെ റെയ്ഡുകളുടെ ഒരു സ്വഭാവം എന്നുള്ളത്. ഗവൺമെൻറ്റിന് കിട്ടേണ്ട നികുതി പണം പിരിച്ചെടുക്കുക എന്നതിൽ മാത്രമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അല്ലാതെ വേറെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്ക്. അതൊക്കെ EDക്ക് പല അധികാരങ്ങളും ഉണ്ട്. പക്ഷേ ഇൻകം ടാക്സ് എന്നുള്ളത്, നമ്മൾ ഇൻകം ടാക്സിന് മുമ്പിൽ നമ്മൾ എപ്പോഴാണ് കുറ്റക്കാരനാകുന്നത്? നമ്മൾ ടാക്സ് അടയ്ക്കാത്തപ്പോഴാണ്. ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട് തന്നെ അവർ പിഴ ഈടാക്കും. ആ പിഴ അടയ്ക്കുക എന്നുള്ളത് മാത്രമേ അവിടെ കാര്യങ്ങളുള്ളൂ. അല്ലാതെ വലിയ കോംപ്ലക്സ് കേസുകളിലാണ് കോടതി വഴി പ്രോപ്പർട്ടി സീസ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് കൂടുതൽ നമുക്ക് EDയിലാണ് കാണുന്നത്. നമുക്കിപ്പോൾ ഓരോ ഏജൻസിയെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇനി ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പോയിന്റുകളായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇതിനെ രണ്ടിനെ വേർതിരിച്ച് കാണാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കത്തുള്ളൂ. ഒന്ന്, കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമാണ്, നാച്ചർ ഓഫ് ഒഫൻസസ്. ED എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫിനാൻഷ്യൽ ക്രൈംസിലാണ്. അതായത് കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം, അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള സാമ്പത്തിക നിയമലംഘനങ്ങൾ, മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കൽ, കൈക്കൂലിയിലൂടെയോ അഴിമതിയിലൂടെ കിട്ടിയ പണം, ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഫണ്ടിങ്, മയക്കുമരുന്ന് കടത്ത്, ഇതൊക്കെ അതായത് നിയമവിരുദ്ധമായിട്ട് പണം ഉപയോഗിച്ചാൽ, അതായത് ഒരു കുറ്റകൃത്യം പണമായിട്ട് മാറുമ്പോൾ അവിടെ ED ഇടപെടും. എന്നാൽ ഇൻകം ടാക്സ് നോക്കുന്നത് ടാക്സ് നിയമലംഘനങ്ങളാണ്. ഒരാളോ കമ്പനിയോ തങ്ങളുടെ വരുമാനം കൃത്യമായിട്ട് കാണിക്കാതെ ടാക്സ് വെട്ടിച്ചാൽ അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടും. അതായത് ED ക്രിമിനൽ മണിയാണ് പിന്തുടരുന്നത്, IT ടാക്സ് മണിയുമാണ് പിന്തുടരുന്നത്. രണ്ടാമത്തത് നിയമപരമായിട്ടുള്ള അധികാരങ്ങളാണ്, ലീഗൽ പവേഴ്സ് ആണ്. EDക്ക് വളരെ വലിയ അധികാരങ്ങളാണ് ഉള്ളത്. അവർക്ക് റെയ്ഡ് നടത്താനും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും മാത്രമല്ല, PMLA നിയമപ്രകാരം ഒരാളെ ഉടൻ അറസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. EDയുടെ അന്വേഷണങ്ങളിൽ പലപ്പോഴും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അവർക്കെതിരെ സ്പെഷ്യൽ കോടതികളിൽ വിചാരണ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ അധികാരം ടാക്സ് ഈടാക്കുന്നതിലാണ്. അവർക്ക് വീട് പരിശോധിക്കാനും രേഖകളും പണവും പിടിച്ചെടുക്കാനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ ഒരു IT റെയ്ഡിനിടയിൽ സാധാരണഗതിയിൽ ഒരാളെ കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും അവർക്ക് സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ അത്രത്തോളം വലിയ ടാക്സ് വെട്ടിക്കുന്നൊരു ക്രിമിനൽ ആകണം. കോടതിയുടെ വാറന്റും കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ ഇവർക്ക് EDയെ പോലെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കില്ല. മാത്രമല്ല IT വകുപ്പിൻ്റെ ഉദ്ദേശമേ അതല്ല. IT വകുപ്പ് ആദ്യം ആ ഒരു പണത്തിന് എത്ര ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് കണക്കാക്കും. എന്നിട്ട് പെനാൽറ്റിയോട് കൂടിയിട്ട്, അതായത് പിഴയോട് കൂടിയിട്ട് ആ പണം അടയ്ക്കാൻ ആവശ്യപ്പെടും. അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ കോടതി വഴി പിന്നീട് സംഭവിക്കുന്നതാണ്. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ലൊരു ശതമാനം കേസിലും നിങ്ങൾ ടാക്സ് വെട്ടിച്ചോ എങ്കിൽ ആ ടാക്സിൻ്റെ മുകളിൽ ഇത്രയും പിഴയും ചേർത്ത് നിങ്ങൾ അടയ്ക്കണം. നമ്മൾ ആ പിഴയോട് കൂടിയിട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. അതോടെ നമ്മുടെ മേലിൽ വേറെ കുറ്റകൃത്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇതാണ് IT പലപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായത് ED ഒരു പോലീസ് അതോറിറ്റിയെ പോലെ പ്രവർത്തിക്കുമ്പോൾ IT ഒരു കംപ്ലയിൻസ് അതോറിറ്റിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തത് നടപടികൾ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഒരു ട്രിഗർ വേണമല്ലോ. ഒരാൾക്കെതിരെ ഒരു അന്വേഷണം വേണമെങ്കിൽ ഒരു ED കേസ് മിക്കപ്പോഴും തുടങ്ങുന്നത് മറ്റൊരു ഏജൻസി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ശേഷമാണ്. ഉദാഹരണത്തിന് നമ്മുടെ CBI ഉണ്ടല്ലോ, CBI ഒരു അഴിമതി കേസ് അന്വേഷിക്കാമെന്ന് വയ്ക്കുക. അപ്പോൾ അവർക്കൊരു സംശയമുണ്ട്, ഇതിൻ്റെ അകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ. അങ്ങനെ അവർക്ക് സംശയമുള്ളപ്പോൾ അവർ EDയെ അറിയിക്കും. അങ്ങനെ ED ഇവർക്കൊപ്പം കൂടും. ഇതിനെ ECIR എന്നാണ് വിളിക്കുന്നത്. ഇത് പോലീസിലെ FIR ഉണ്ടല്ലോ അതിന് തുല്യമാണ്. എന്നാൽ EDക്ക് സ്വന്തം നിലയിലും അന്വേഷണം തുടങ്ങാൻ സാധിക്കും കേട്ടോ. പ്രത്യേകിച്ച് വിദേശ നാണ്യ നിയമലംഘനങ്ങളൊക്കെ ഉണ്ടായാൽ, അതായത് ഒരു കമ്പനി ഒരുപാട് ട്രാൻസാക്ഷൻ വിദേശത്തോട്ടും ഇങ്ങോട്ടും ഈ നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ EDക്ക് ഡയറക്റ്റായിട്ട് അവിടെ അന്വേഷണം ആരംഭിക്കാൻ സാധിക്കും. എന്നാൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് തുടങ്ങുന്നത് അവർക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേണിലെ പൊരുത്തക്കേടുകളുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് ഈ പൊരുത്തക്കേടുകൾ വരാൻ നോക്കുകയാണെങ്കിൽ, ഒരാൾ വരുമാനം ഇൻകം ടാക്സിലേക്ക് കാണിച്ച് ഫയൽ ചെയ്യുന്ന വരുമാനം വളരെ കുറവാണ്. പക്ഷേ അയാൾ കോടികളുടെ വസ്തുക്കൾ മേടിക്കുകയാണ്, ഒരുപാട് വീടുകൾ മേടിക്കുകയാണ്. ഈവൻ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വേണ്ട, സോഷ്യൽ മീഡിയയിലൂടെ പല യൂട്യൂബേഴ്സും ആഡംബരം കാണിക്കാറില്ല, ഒരുപാട് കാറുകൾ മാറി മറിച്ചൊക്കെ മേടിക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ണിൽ
ബന്ധപ്പെട്ടാൽ അവരാദ്യം തന്നെ എന്ത് നോക്കും, ഇദ്ദേഹത്തിൻ്റെ പാൻ കാർഡ് അടിച്ച് നോക്കും. പാൻ കാർഡിൽ എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ, എത്ര ഇൻകം ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കുകയാണ് ഇയാൾ കുറേ കോടികളുടെ കാർ മേടിക്കുന്നുള്ളൂ, പക്ഷേ ഇൻകം ഫയൽ ചെയ്തിട്ടുള്ളത് ആകെപ്പാടെ 25 ലക്ഷത്തിന്. അപ്പോൾ അവിടെ ഒരു അന്വേഷണം അവർ പ്രഖ്യാപിക്കും, റെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം. ഇങ്ങനെയാണ് ഒന്നെങ്കിൽ രഹസ്യ വിവരമായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പൊരുത്തക്കേടുകൾ കാണുമ്പോൾ അതൊരു പ്രശ്നമാക്കി എടുത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റെയ്ഡോ അല്ലെങ്കിൽ മറ്റ് നോട്ടീസുകളോ നടപടികളോ ഒക്കെ ആരംഭിക്കാറുണ്ട്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് വൈ ഡു പീപ്പിൾ ഗെറ്റ് കൺഫ്യൂസ്ഡ് എന്നാണ്. ആൾക്കാർക്ക് എവിടെയാണ് ഇത് മാറിപ്പോകുന്നത്? വലിയൊരു കൺഫ്യൂഷനാണ് ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്നത് ഇൻകം ടാക്സും ഇ ഡിയും തമ്മിൽ. അതിന് പ്രധാനമായിട്ട് 4 കാരണങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വിശദീകരിക്കാം. ഒന്നാമത്തത് സാമ്പത്തിക കാര്യങ്ങളിലെ ഓവർലാപ്പാണ്. അതായത് 2 ഏജൻസികളും എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? പണമായിട്ടാണല്ലേ. 2 കൂട്ടരും ഒരു ഗ്രൂപ്പായിട്ട് പെട്ടെന്ന് ഒരു ഓഫീസിലോട്ടോ വീട്ടിലോട്ടോ വരികയാണ്, റെയ്ഡ് നടത്തുകയാണ്, അവിടുന്ന് പണവും ഫയലും പിടിച്ചെടുക്കുകയാണ്, ചിലപ്പോൾ സ്വർണം പിടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ പ്രക്രിയകളും ഒരേപോലെയാണ്. ജനങ്ങൾക്കറിയില്ല എന്ത് ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഏജൻസിയാണ് വന്നതെന്നല്ലേ, അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ കുറച്ച് ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങുമ്പോൾ, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരാകട്ടെ, ഇനി ഈവൻ GST ഡിപ്പാർട്ട്മെൻറ്റ് കയറി ഇറങ്ങിയാൽ പോലും നമ്മൾ എന്ത് പറയും? ഇ ഡി റെയ്ഡ് ഉണ്ടായിരുന്നു എന്ന് പറയും അല്ലേ. വലിയ വലിയ ബിസിനസ് മാഗ്നറ്റിൻ്റെ വലിയ ബിസിനസ് ചെയ്യുന്നവർക്ക് IT റെയ്ഡ് എന്നുള്ളത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഓൾമോസ്റ്റ് എല്ലാ വലിയ വലിയ കമ്പനീസിലും IT റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഉദ്യോഗസ്ഥർ വന്നിട്ട് പോയി അത് ഇ ഡി റെയ്ഡാന്ന് പറയുമല്ലേ. രണ്ടാമത്തത് വാർത്താ റിപ്പോർട്ടിങ്ങും മാധ്യമ ശൈലിയുമാണ്. അതായത് ചിലപ്പോൾ വാർത്താ മാധ്യമങ്ങൾ നൽകുന്ന ഹെഡ്ലൈൻസ് വളരെ പൊതുവായിരിക്കും. സാമ്പത്തിക ക്രമക്കേടിനെതിരെ റെയ്ഡ് എന്ന് മാത്രമേ കാണത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഏത് വകുപ്പാണ് അവിടെ റെയ്ഡ് ചെയ്യുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, എന്ത് ക്രമക്കേടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അതൊന്നും അവിടെ പറഞ്ഞിട്ടുണ്ടാകത്തില്ല. മാത്രമല്ല ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇ ഡി റെയ്ഡ് എന്നുള്ള സംഭവം വളരെ ട്രെൻഡിങ് ആണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആ ഒരു കാറിൻ്റെ ലക്ഷറി കാറകം ഒരുപാട് ദുൽഖറിനടക്കം ഇ ഡി റെയ്ഡും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇ ഡി എന്നുള്ള വാക്ക് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് റെയ്ഡ് ഇ ഡി നടത്തിയെന്നാണല്ലേ. അപ്പോൾ മറ്റൊരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് റെയ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അത് ഇ ഡി ആണെന്ന്. അപ്പോൾ ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു കൺഫ്യൂഷനിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു സംഭവം പറയട്ടെ, ചില വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കേസുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഇ ഡിയും IT യും ഒരുമിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയോ കമ്പനിയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് വിചാരിക്കുക. IT വകുപ്പ് വരുന്ന എന്തിനായിരിക്കും? ആ ഒരു പണത്തിന് ഇയാൾ ടാക്സ് അടച്ചോ നോക്കാനാണ്. ഇ ഡി വരുന്ന എന്തിനായിരിക്കും? ആ പണം എങ്ങോട്ടൊക്കെ മാറ്റി, എങ്ങോട്ടൊക്കെ വെളുപ്പിച്ചു, അതിനോടൊപ്പം തന്നെ അത് മറ്റെന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനാണ്. ഇതിനൊപ്പം CBI യോ പോലീസോ കൂടി ഉണ്ടാകുമ്പോൾ ഇതൊറ്റ വലിയൊരു റെയ്ഡായിട്ടാണ് പൊതുജനത്തിന് തോന്നുക. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ 263 കോടിയുടെ ടാക്സ് റീഫണ്ട് കേസായിരുന്നു. CBI യും IT യും കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചാണ് ഇ ഡി അവിടെ മണി ലോണ്ടറിംഗ് കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ കാര്യം രാഷ്ട്രീയ ചർച്ചകളാണ്, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ആണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ബോധം വളരെ കൂടുതലാണല്ലേ, പ്രത്യേകിച്ച് കേരളത്തിൽ അത്രത്തോളം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് സമയത്തും മറ്റും ഇ ഡിയെയും IT യെയും കുറിച്ച് ഒരേപോലെ തന്നെ പല ആരോപണങ്ങളും ഉണ്ടാകാറുണ്ട്. അതായത് ഗവൺമെൻറ് ഈ ഒരു കേന്ദ്ര ഏജൻസികളെ പല ചട്ടവങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ കാണാറുണ്ട്. ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി കേന്ദ്രം ഇ ഡിയെയും IT ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ഹെഡ്ലൈൻസ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇത് രണ്ടും എന്തോ ഒന്നാണ്, അല്ലെങ്കിൽ ഒരേ മേഖലയിലുള്ള അങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ IT എന്നുള്ള സാധനം മാറ്റിയിട്ട് നമ്മുടെ കൂടുതലായിട്ട് മാധ്യമങ്ങൾ കാണുന്ന ഇ ഡി എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു പോവുകയാണ്. നമുക്ക് അതിൻ്റെ ഡിഫറൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ എന്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളോ എന്ന് നമ്മളൊന്നും അന്വേഷിക്കുന്നില്ല. റൈഡാണോ അത് ഇ ഡി റൈഡാന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ ചർച്ചകളിൽ നമ്മൾ ഒരുമിച്ചാണ് പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിയാത്ത സാധാരണക്കാർക്കിടയിൽ ഇതെന്തോ ചക്കരേന്തേനും പോലത്തെ എന്തോ ഒന്നാണെന്ന് വിചാരിക്കുന്നത്. രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ഏജൻസികളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയുവാണെങ്കിൽ ഇ ഡിയും ഇൻകം ടാക്സും എന്നുള്ളത് രണ്ടും ഒന്നല്ല. ഇ ഡി എന്നുള്ളത് വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പിടിക്കാനാണ്. ഇൻകം ടാക്സ് വരുന്നത് നമ്മൾ ഗവൺമെൻറ്റിന് നൽകേണ്ട ടാക്സ് കൃത്യമായിട്ട് നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ്. ഒരു വിവേകമുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, പുറത്തു നിന്ന് വരുന്ന വാർത്തകളെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ നമ്മളെ സഹായിക്കുകയാണ്, നമ്മളെ പ്രാപ്തനാക്കുകയാണ്. അതായത് ഇനിയൊരു റെയ്ഡ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ഇൻകം ടാക്സ് റെയ്ഡാണോ അതോ ഇ ഡിയുടെ റെയ്ഡാണോ നിങ്ങൾ ചിന്തിക്കും. അത് നിങ്ങൾ നിരീക്ഷിക്കും അല്ലേ. ഇ ഡിയുടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഈ കള്ളപ്പണം വച്ചിട്ട് എന്തോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതാണ്
അന്വേഷിക്കുന്നത്. ഇൻകം ടാക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ജസ്റ്റ് ഇൻകം ടാക്സ് അടച്ചില്ല, നമ്മളും കുറച്ചൊക്കെ ടാക്സ് അടയ്ക്കാതിരിക്കില്ല, അതുപോലെ അവർ കോടിക്കണക്കിന് ടാക്സ് അടച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി എളുപ്പത്തിൽ സാധിക്കും. അതായത് ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ ED ഈ പണത്തിന് പിന്നിൽ കുറ്റകൃത്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ മറ്റേയാൾ, അതായത് IT, ഈ പണത്തിന് നികുതി അടച്ചോ എന്നാണ് നോക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയൊരു അറിവ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു EDയും ഇൻകം ടാക്സ് ഒക്കെ കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ചർച്ചയ്ക്ക് വയ്ക്കാം. കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, നല്ലൊരു ചർച്ചാവേദി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇത്തരം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കായിട്ട് മുൻകരുതൽ എടുത്തു വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹെൽത്ത്, ടൈം ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്താലും മതി. ഇത് കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ വലുതായി ബാധിക്കുന്നത് കൊണ്ട് തന്നെ വൈകിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.